ലീനയുടെ കാല് പിടിച്ച് പൗലോസ്. അങ്ങനെ പ്രിയ പ്രേക്ഷകരെ, മഴ തോരും മുമ്പേലാണെങ്കിൽ നമ്മുടെ പൗലോസിൻ്റെയും കൂട്ടാളികളുടെയും കള്ളത്തരം അലീന പിടികൂടുന്നത് കൊണ്ട് തന്നെയാണ് നമ്മുടെ പൗലോസിന് അലീനയുടെ കാല് പിടിക്കേണ്ടതായിട്ട് വരുന്നത് എന്ന് കാണാൻ കഴിയുന്നുണ്ട്, സാധിക്കുന്നുണ്ട്. അതായത് നമ്മുടെ അലീനയാണെങ്കിൽ അട്ടിമറികൾ, തിരിമറികൾ എല്ലാം തന്നെ കണ്ടെത്തുകയാണ് എന്ന് കാണാൻ സാധിക്കും. അപ്പോൾ കഥയിലേക്ക് കിടക്കാം. അതായത് നമ്മുടെ കടക്കാരൻ്റെ അടുത്ത് ചെന്ന് അലീനയാണെങ്കിൽ കുറച്ച് സാധനങ്ങൾ വാങ്ങുകയും തുടർന്ന് ബില്ല് വിലയിട്ട് വാങ്ങുകയും ചെയ്യുന്നത് കാണാം. അതിനുശേഷമാണെങ്കിൽ അലീനയാണെങ്കിൽ അതേ പാറ്റേണിൽ തന്നെ നമ്മുടെ വല്യപ്പച്ചനെ വിട്ടുകൊണ്ട് പറ്റുബുക്കിൽ കാര്യങ്ങൾ കുറിപ്പിക്കുന്നതും കാണാം. വില നോക്കുമ്പോൾ വളരെ വലിയ വ്യത്യാസം, ഏകദേശം ഒരു 200 രൂപയിൽ അടുത്തൊക്കെ വ്യത്യാസവും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് എന്ന് കാണാൻ കഴിയുന്നുണ്ട്. ഇതേസമയം അലീനയാണെങ്കിൽ വല്യപ്പച്ചനോട് ഇതിനെക്കുറിച്ച് പറയുകയും വല്യപ്പച്ചനും അലീനയും ചോദ്യം ചെയ്യൽ തുടങ്ങുകയും പറയുകയാണ്. അതായത് എന്ത് കണക്കാടാ, നീ എന്ത് കള്ളക്കണക്കാടാ ഇതിൽ എഴുതി വെച്ചിരിക്കുന്നത്? ഇവർ പറയുന്നത് 30 കിലോ അരിയെന്ന്, പക്ഷേ നീ ബില്ലിലിട്ടിരിക്കുന്നത് 40 കിലോ അരി. അത് എന്താണ് എന്ന് ചോദിക്കുന്നത് കാണാൻ സാധിക്കും. ഇതേ സമയമാണെങ്കിൽ നമ്മുടെ കടക്കാരനാണെങ്കിൽ പറയാണ്, നിങ്ങളുടെ ജോലിക്കാർ തിരിമറിയും കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടെങ്കിൽ അവരോട് ചോദിക്കണം. ഞാനിവിടെ നിന്ന് കൃത്യമായിട്ട് തൂക്കിയാണ് കൊടുത്തു വിട്ടത്. അപ്പോൾ പറയാത്ത സംശയം ഇപ്പോൾ പറയുന്നത് എന്തർത്ഥത്തിലാണ്? അല്ലെങ്കിൽ നിങ്ങൾ കുടഞ്ഞെടുത്തിട്ടായിരിക്കും എന്ന് പറയുമ്പോൾ വല്യപ്പച്ചന് സത്യം പറഞ്ഞാൽ ദേഷ്യം വരാണ്. തോന്നിവാസം ചെയ്തതും പോരാ, തോന്നിവാസം പറയുന്നത് കേട്ട വല്യപ്പച്ചൻ, എടാ വൃത്തികെട്ടവനെ, നിൻ്റെ കള്ളത്തരം ഇവിടെ വിളമ്പാൻ അറിയാഞ്ഞിട്ടല്ല, ഇത് എൻ്റെ സ്ഥലങ്ങാനായിരുന്നെങ്കിലല്ലോ നിന്നെ ഇപ്പോൾ അടിച്ച് ഒതുക്കി ഞാൻ വീട്ടിക്ക് വിട്ടേനെ എന്ന് പറയുന്നത് കാണാൻ കഴിയുന്നുണ്ട്. നിനക്ക് ശരിക്കും ഈ ഔതക്കുട്ടി ആരാണെന്ന് അറിയില്ല. മര്യാദയ്ക്ക് സംസാരിക്കുമ്പോൾ തോന്നിവാസം പറയുന്നോടാ എന്ന് ചോദിക്കുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. ഇതേ സമയമാണെങ്കിൽ നമ്മുടെ കടക്കാരനോട് ദേഷ്യപ്പെടണ്ട എന്ന് പറയുന്നു. തുടർന്ന് അലീന പറയാണ്, അതായത് വേറെ ഒന്നുമല്ല, എന്താണെന്ന് വിചാരിച്ചാലേ ചേട്ടാ, പോലീസ് കേസ് കൊടുത്ത് ചേട്ടനെ കൃത്യമായി ചോദ്യം ചെയ്യാൻ അറിയാഞ്ഞതല്ല, ചേട്ടനിൽ നിന്ന് നഷ്ടപരിഹാരം വാങ്ങിയെടുക്കാൻ പറ്റാഞ്ഞിട്ടുമല്ല. മര്യാദയ്ക്ക് വന്ന് സംസാരിക്കുമ്പോൾ മര്യാദയ്ക്ക് സംസാരിച്ചില്ലെങ്കിൽ ചേട്ടൻ ഇതിനുള്ള കാര്യങ്ങൾ അനുഭവിക്കേണ്ടി വരുമെന്ന് അലീന പറയുന്നത് കാണാൻ സാധിക്കുന്നു. മര്യാദയാണ് ചേട്ടാ വേണ്ടത്. ഇങ്ങനെ കട്ടും മോട്ടിച്ചും തിന്നിട്ട് ചേട്ടന് എവിടെ കൊണ്ട് വെക്കാനാണ് എന്ന് ചോദിക്കുന്നതും കാണാൻ കഴിയുന്നുണ്ട്. ചേട്ടനുണ്ടല്ലോ, സത്യം പറഞ്ഞാൽ പപ്പയുടെ വിശ്വാസം നശിപ്പിക്കുകയായിരുന്നു എന്ന് പറയുന്നത് കാണാം. ഇനി ചേട്ടന് കച്ചവടം തരണമോ എന്ന് ഒന്ന് ആലോചിക്കേണ്ടിയിരിക്കുന്നു എന്ന് പറയുന്നതും കാണാനായിട്ട് സാധിക്കുന്നുണ്ട് പ്രേക്ഷകരെ. ഇതേ സമയമാണെങ്കിൽ നമ്മുടെ പൗലോസും കൂട്ടാളികളോടും ഇറക്കിയ സാധനങ്ങൾ തിരിച്ച് കയറ്റി വയ്ക്കാനായിട്ട് അലീന ആവശ്യപ്പെടുകയാണ്. ഇനി ഇവിടെ നിന്നിട്ടും പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല എന്നും നിങ്ങൾക്ക് കാര്യം ഇപ്പോൾ ഏതാണ്ട് മനസ്സിലായില്ലേ എന്നും ചോദിക്കുന്നതും പറയുന്നതും കാണാൻ സാധിക്കും. തുടർന്ന് അലീന എല്ലാവരെയും കൊണ്ട്, അതായത് ബൈജുവിനെയും കൂടാതെ പൗലോസിനെയും കൊണ്ട് വീട്ടിലെത്തുകയാണ്. വീട്ടിലെത്തിയ ഉടനെ തന്നെ പൗലോസ് ആണെങ്കിൽ അടുത്തേക്ക് ഓടിപ്പോവാൻ ശ്രമിക്കുമ്പോൾ, പൗലോസേട്ടാ ഒന്ന് നിന്നേ, എനിക്ക് സംസാരിക്കാനുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അലീനയാണെങ്കിൽ പറയാണ്, അതായത് പൗലോസേട്ടാ, നിങ്ങൾ എന്താണ് ഈ ചെയ്തു വെച്ചിരിക്കുന്നത്? എന്താണ് നിങ്ങളുടെ ഭാവം എന്ന് ചോദിക്കുന്നു. പപ്പയെ ഇങ്ങനെ കണ്ണിച്ചോരയില്ലാതെ പറ്റിച്ചാൽ
പിടിവീഴില്ല എന്ന് വിചാരിച്ചോ എന്ന് ചോദിക്കുന്നത് കാണാനായിട്ട് കഴിയുന്നുണ്ട്, സാധിക്കുന്നുണ്ട്. സമയമാണെങ്കിൽ പൗലോസ് ഒന്നും മിണ്ടുന്നില്ല എന്ന് കാണാം. അപ്പോൾ അലീന വീണ്ടും ചോദ്യം ആവർത്തിക്കുകയാണ്. എന്തിനു വേണ്ടിയാണ് പൗലോസ് ഏട്ടാ ഇങ്ങനെ എൻ്റെ പപ്പയെ ചതിക്കുന്നത്? എൻ്റെ പപ്പ അത്രമാത്രം എന്ത് ദ്രോഹമാണ് നിങ്ങളോട് ചെയ്തത്? നിങ്ങളെ വിശ്വസിച്ചതാണോ? വിശ്വസിച്ചവരെ ചതിക്കുന്നത് നിങ്ങൾക്ക് ഇത്ര സന്തോഷകരമായ കാര്യമാണോ എന്ന് ചോദിക്കുന്നത് കാണാൻ കഴിയുന്നു, സാധിക്കുന്നു. ഇതേ സമയമാണെങ്കിൽ പൗലോസാണെങ്കിൽ അലീനയുടെ മുൻപിൽ മിണ്ടാതെ നിൽക്കുകയാണ്. എന്താ പൗലോസ് ഏട്ടാ, ഇത്ര നേരം ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ, ഇപ്പോൾ ഇതെന്ത് പറ്റി എന്ന് ചോദിക്കുന്നത് കാണാൻ കഴിയും, സാധിക്കും. പൗലോസേട്ടൻ എന്നെ ഇന്നലെ വരെ കടിച്ചു കീറാൻ നിന്നതാണല്ലോ, പെട്ടെന്ന് ഇതെന്തൊരു മാറ്റവും മാറിയത് എന്ന് ചോദിക്കുന്നത് കാണാൻ സാധിക്കും. പൗലോസേട്ടൻ്റെ മനസ്സിൽ എന്താണ് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല എന്ന് പറയുന്നു. ഒരു സമയം നന്മമരമായും മറുസമയം ഒരു ദുഷ്ടനുമായാണല്ലോ പൗലോസേട്ടൻ സഞ്ചരിക്കുന്നത് എന്ന് അലീന ചോദിക്കുന്നു, ചോദ്യം ആവർത്തിക്കുന്നു. ഇതേ സമയം പൗലോസ് ഒന്നും മിണ്ടുന്നില്ല. എന്താ പൗലോസേട്ടാ, ഞാൻ പപ്പയെ വിളിക്കണോ എന്ന് ചോദിക്കുന്നത് കാണാൻ കഴിയുന്നു. പപ്പയെ വിളിച്ചാൽ പപ്പ വന്ന് ചോദിച്ചാൽ മാത്രമേ സത്യം പറയുകയുള്ളൂ എന്നെങ്ങാനും പൗലോസേട്ടൻ വല്ല ത്യാഗം എടുത്തിട്ടുണ്ടോ, വല്ല വാഗ്ദാനം ചെയ്തിട്ടുണ്ടോ? പപ്പയുടെ മോള് ചോദിച്ചാൽ പൗലോസേട്ടന് പറയാൻ പറ്റില്ലേ എന്ന് ചോദിക്കുന്നത് കാണാൻ കഴിയുന്നുണ്ട്. ഇതേ സമയം പൗലോസാണെങ്കിൽ കുഞ്ഞെ തനിക്കൊരു തെറ്റ് പറ്റിപ്പോയെന്നും തന്നോട് ക്ഷമിക്കണമെന്നും പറയുന്നൊരു കാഴ്ച കാണാൻ കഴിയും, സാധിക്കും. ഇതിനൊന്നും ക്ഷമിച്ചാൽ പൗലോസേട്ടാ ശരിയാകില്ല എന്ന് പറയുന്നത് കാണാം. അതായത് പൗലോസേട്ടൻ എൻ്റെ മുൻപിൽ എന്തോരം കള്ളമാണ് പറഞ്ഞത്, എന്തോരം നാടകമാണ് അഭിനയിച്ചത്. പൗലോസേട്ടനെ സത്യം പറഞ്ഞാൽ സമ്മതിക്കണമെന്ന് പറയുന്നത് കാണാൻ കഴിയും. പൗലോസേട്ടനെ പോലൊരു കള്ളനെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല എന്ന് പറയുന്നു. കള്ളത്തരം പറയാൻ പൗലോസേട്ടന് എങ്ങനെ സാധിക്കുന്നു എന്നതാണ് എൻ്റെ പ്രധാനമായ സംശയം എന്നും ആര് പറയുന്നു? നമ്മുടെ അലീന പറഞ്ഞു വയ്ക്കുന്നു. ഇതേ സമയം കുഞ്ഞെ തെറ്റ് പറ്റി, എന്നോടൊന്ന് ക്ഷമിക്ക്, ഈ തവണത്തേക്ക് പ്രശ്നമാക്കല്ലേ എന്ന് പറയുമ്പോൾ പൗലോസേട്ടൻ എന്നെ അനുസരിച്ചേ മതിയാവുകയുള്ളൂ, എങ്കിൽ മാത്രമേ ഇനി മുന്നോട്ട് പോവാൻ സാധിക്കുകയുള്ളൂ എന്ന് അലീന പറയുന്നത് കാണാൻ കഴിയുന്നുണ്ട്, സാധിക്കുന്നുണ്ട്. ഇതേ സമയം